അങ്ങ് പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ. ആരാധന അങ്ങ് പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ. ആരാധന. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഇനിയുള്ള അരമണിക്കൂർ സമയം നമ്മൾ ഈശോയോടൊത്തായിരിക്കുവാനായിട്ടുള്ള വലിയ കൃപയ്ക്ക് വേണ്ടി നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. ഡിസംബർ മാസത്തിലെ ആദ്യ വെള്ളിയാഴ്ചയാണല്ലോ ഇന്ന്. നമ്മൾ ഒത്തിരി നാളായി നമ്മൾ ആരാധന നടത്തി പ്രാർത്ഥിച്ചിട്ട്. ഈ നിമിഷങ്ങള് നമ്മളെ എല്ലാവരെയും സംബന്ധിച്ചിടത്തോളം തമ്പുരാന്റെ കൃപ കൊണ്ട് നിറയുന്ന നിമിഷങ്ങളായി മാറട്ടെ. നമുക്കറിയാം, 8-9 മാസമായി നമുക്ക് പള്ളിയിൽ വരാൻ നമുക്ക് സാധിച്ചിട്ടില്ല, കുമ്പസാരിക്കാനായിട്ട് നമുക്ക് സാധിച്ചിട്ടില്ല. ആത്മീയ കാര്യങ്ങളൊക്കെ ആത്മന നമ്മൾ സ്വീകരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. കഴിഞ്ഞ മാർച്ച് മാസം മുതൽ ഇന്ന് വരെ നമുക്കറിയാം എന്തുമാത്രം വിഷമങ്ങളും വേദനകളും ദുഃഖങ്ങളും ദുരിതങ്ങളുമാണ് നമ്മുടെ ജീവിതത്തിൽ കടന്നു പോയിട്ടുള്ളത്. നമ്മുടെ പ്രിയപ്പെട്ടവര് ഒരു പക്ഷേ മരിച്ചിട്ടുണ്ടാകാം. ഏറ്റവും ആരോഗ്യത്തോടുകൂടെ ആയിരുന്നവർ പോലും COVID-19 എന്ന രോഗം മൂലം മരിച്ചിട്ടുണ്ട്. നമ്മുടെ ഇടവയിൽപ്പെട്ട പലർക്കും അസുഖം പിടിവിട്ടു. നമ്മുടെ ഇടവയിൽപ്പെട്ട 2 പേര് കോവിഡ് എന്നുള്ള അസുഖം മൂലം മരിക്കുകയുണ്ടായെന്ന് നമുക്കറിയാം. തമ്പുരാൻ കൃപ തരുന്ന നിമിഷങ്ങളായിരുന്നു. ഡിസംബർ മാസം 25-ാം തീയതി ക്രിസ്മസ് ആഘോഷിക്കാനായിട്ട് നമ്മൾ ഒരുങ്ങുമ്പോൾ, ഈ വർഷത്തിൻ്റെ ഏറ്റവും അവസാനം, നമുക്കറിയാം എല്ലാ ക്രിസ്മസും വലിയ ആഘോഷത്തോടെ ഒരുക്കത്തോടെ ഏറ്റവും മനോഹരമാക്കണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്ന നിമിഷങ്ങളാണ്. ഈ പ്രാവശ്യത്തെ ക്രിസ്മസും നമ്മൾ ആ രീതിയിലൊക്കെ ചിന്തിക്കുന്നു. എങ്കിൽ തന്നെ ആകുലതകളുണ്ട്. എങ്ങനെയാകും എന്നുള്ളൊരു ചിന്തയുണ്ട്. ഇപ്പോഴും നമുക്കെല്ലാവർക്കും അറിയാം, ഈ രോഗം മാറിയിട്ടില്ല. നമ്മളിൽ പലർക്കും ഈ രോഗാവസ്ഥയുണ്ട്. തമ്പുരാൻ കൃപ തരുന്ന ഈ അരമണിക്കൂർ സമയം ഈശോയുടെ സന്നിധിയിൽ മുട്ടിമേൽ നിൽക്കുമ്പം അപ്പത്തിൻ്റെ രൂപത്തിൽ നമ്മുടെ മുമ്പിൽ എഴുന്നള്ളിയിരിക്കുന്ന ഈശോയെ നമുക്ക് കണ്ണു തുറന്നൊന്ന് കാണാം. നമ്മുടെ ഹൃദയത്തിലേക്ക് ഈശോയെ നമുക്ക് സ്വീകരിക്കാം. നമ്മുടെ കഴിഞ്ഞുപോയ നിമിഷങ്ങളിലെ നമ്മുടെ കുറവുകളെ നിറവുകളാക്കി മാറ്റാൻ ഈശോയോട് നമുക്ക് പ്രാർത്ഥിക്കാം. ഒത്തിരി കുറവുകളും പാവാവസ്ഥയും തീഷ്ണതക്കുറവും വിശ്വാസത്തിൻ്റെ ഡിവിഷനും ഒക്കെ ഞങ്ങൾക്ക് വന്നിട്ടുണ്ട്. അതെല്ലാം നീ ക്ഷമിച്ച് പൊറുത്ത് പേര് ചൊല്ലി വിളിച്ച് ഇന്ന് കുർബാനയ്ക്ക് ഞങ്ങളെ കൂട്ടിക്കൊണ്ടുവന്ന് ഈ അരമണിക്കൂർ സമയം നിന്റെ കൂടെ ആയിരിക്കാൻ ഈശോയെ നീ കൃപ തന്നല്ലോ. ഈ കൃപ അതിൻ്റെ പൂർണ്ണതയിൽ ഉൾക്കൊള്ളുവാൻ ഈശോയെ നീ ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. നമുക്കറിയാം, ഒരു ആത്മീയ ഉണർവ് നമുക്ക് വേണം. ഈശോയെ നമുക്ക് സ്വീകരിക്കാനായിട്ട് നമ്മുടെ എല്ലാ ബന്ധനങ്ങളും മാറണം. നമുക്ക് ഏറ്റവും കൂടുതൽ അതിന് സഹായിക്കുക, നമുക്ക് സ്വതന്ത്രമായി ഒന്ന് സുരിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ചില പാപത്തിൻ്റെ ബന്ധനങ്ങളൊക്കെ വിട്ടുമാറും. നമുക്കറിയാം,
ഈ നിമിഷം നമുക്ക് സ്വതന്ത്രമായി ഒന്ന് സ്തുതിച്ചുകൊണ്ട്, എൻ്റെ മുമ്പിൽ എൻ്റെ തമ്പുരാൻ വന്നിരിക്കുന്നു, ആ തമ്പുരാൻ്റെ അടുത്തിരിക്കാൻ ഈശോയെ നീ എനിക്ക് കൃപ തരണേ, എൻ്റെ കുറവുകളെ നിറവുകളാക്കി മാറ്റാൻ ആഗ്രഹിച്ചുകൊണ്ട്, ഈശോയാണ് ഏകരക്ഷകൻ എന്ന അടിയുറച്ച് വിശ്വസിച്ചുകൊണ്ട് നമുക്ക് ആ വിശ്വാസം ഒന്ന് ഉച്ചസ്വരത്തിൽ ഒന്ന് ഉദ്ഘോഷിച്ചുകൊണ്ട് ഈശോയെ വിളിച്ച് നമുക്ക് ഉച്ചസ്വരത്തിൽ തന്നെ ഒന്ന് സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോയെ സ്തുതിക്കുന്നു. കൃപയായിരിക്കണമേ, അനുഗ്രഹിക്കണമേ. ഈശോയെ കൃപയായിരിക്കണമേ, കൃപയായിരിക്കണമേ. ഇന്ന് പള്ളിയിൽ വന്നിട്ടുള്ള എല്ലാ മക്കളെയും ഞങ്ങളുടെ എല്ലാ ഇടവജനങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഈശോയെ ഞങ്ങളുടെ കുറവുകളെ നിറവുകളാക്കണമേ, വെറുപ്പിന്റെ മേഖല മാറ്റി ഈശോയെ സ്നേഹം കൊണ്ട് നിറയ്ക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രാർത്ഥിക്കുന്നു ഈശോയെ, ഈശോയെ നീ എനിക്ക് ദാനമായി തന്ന പൗരത്വത്തിന്റെ അധികാരം ഉപയോഗിച്ച് എല്ലാ അന്ധകാര ശക്തികളെയും, പൈശാചികമായ ബന്ധനങ്ങളെയും, തെറ്റായ ബോധ്യങ്ങളെയും, അശുദ്ധിയെയും ഈശോയെ നിന്റെ തിരുക്കുരിശാൽ ബന്ധിച്ചു പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. നമുക്ക് ദൈവപിതാവേ അങ്ങയെ ഞാൻ ആരാധിക്കുന്നു എന്നുള്ള പാട്ടിന്റെ ഇരടികൾ പാടി ഈശോയെ നമ്മുടെ ഹൃദയത്തിലേക്ക് നമുക്ക് കൊണ്ടുവരാം. ദൈവപിതാവേ അങ്ങയെ ഞാൻ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു. ജീവനുമെന്റെ സർവസ്വം മുൻപിലാണച്ച് കുമ്പിടുന്നു. ജീവനുമെന്റെ സർവസ്വം മുൻപിലാണച്ച് കുമ്പിടുന്നു. നാഥ അങ്ങയെ ഞാൻ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു. ജീവനുമെന്റെ സർവസ്വം മുൻപിലാണച്ച് കുമ്പിടുന്നു. ജീവനുമെന്റെ സർവസ്വം മുൻപിലാണച്ച് കുമ്പിടുന്നു. പാവനാത്മാവേ അങ്ങയെ ഞാൻ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു. ജീവനുമെന്റെ സർവസ്വം മുൻപിലാണച്ച് കുമ്പിടുന്നു. നമുക്ക് സ്വസ്ഥാനങ്ങളിലിരിക്കാം. കൊയറിപ്പോൾ പാട്ട് പാടുമ്പം ആ പാട്ടിൻ്റെ അർത്ഥതലങ്ങൾ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കാം. തിരുരക്തത്താൽ കഴുകണമീശോ, നിൻ തിരുഹൃദയത്തിൽ നിറവേറ്റണമീശോ. നിൻ തിരുരക്തത്താൽ കഴുകണമീശോ, നിൻ തിരുഹൃദയത്തിൽ നിറവേറ്റണമീശോ.
നിറവേറ്റണമേ ഈശോ. പാവനാത്മാവേ നിറയ്ക്കണമേ ഈശോ. പാപഭാരങ്ങൾ അകറ്റണമേ ഈശോ. പാവനാത്മാവാൽ നിറയ്ക്കണമേ ഈശോ. പാപഭാരങ്ങൾ അകറ്റണമേ ഈശോ. നിത്യരക്തത്താൽ കഴുകണമേ ഈശോ. നിൻ തിരുഹിതമെന്നിൽ നിറവേറ്റണമേ ഈശോ. ഈശോയുടെ സന്നിധിയിൽ അല്പം കൂടി നമുക്ക് ശ്രദ്ധയുള്ളവരായിരിക്കാം. ഈശോ നമ്മുടെ ദേവാലയത്തിലുണ്ട്, നമ്മുടെ മുമ്പിലുണ്ട്. നമ്മുടെ ഏത് അവസ്ഥയിലാണെങ്കിലും, ഏത് ചിന്തകൾ നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ തന്നെ ഈശോ നമ്മളെ കണ്ടുകൊണ്ടിരിക്കുന്നു. നമ്മൾ ഉറങ്ങുകയാണെങ്കിൽ തന്നെ ഉറങ്ങാതെ ഈശോ നമ്മളെ നോക്കിയിരിക്കുന്നു. ആ ചിന്ത നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരികയാണെങ്കിൽ നമുക്ക് അല്പം കൂടി വ്യക്തത കിട്ടും, അല്പം കൂടി മുഖപ്രസാദം കിട്ടും, അല്പം കൂടി ആത്മധൈര്യം കിട്ടും. ക്രിസ്മസിനായി ഒരുങ്ങുന്ന ഈ അവസരത്തിൽ ഈശോയുടെ അടുത്ത് അല്പം കൂടി ശ്രദ്ധിച്ച് ഈശോ പറയുന്ന കാര്യങ്ങൾ ഹൃദയത്തിൽ സംശീകരിച്ച് ജീവിതത്തെ പകർത്താനായിട്ടുള്ള വലിയ കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. നമുക്കറിയാം, ബൈബിള് നമ്മൾ വായിക്കുമ്പം കുഞ്ഞുങ്ങൾ ഈശോയുടെ അടുത്ത് വരുമ്പം ഈശോയ്ക്ക് അവരെ ഒത്തിരി ഇഷ്ടമാണ്. അവരടുത്ത് വരുമ്പോഴേ അവരെ ആ കുഞ്ഞുങ്ങളെ ഈശോ മടിയിലിരുത്തുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ ഈശോ ലാസറിന്റെ വീട്ടിൽ ചെന്നപ്പം ലാസറിന്റെ സഹോദരിയായ മറിയം ഈശോയുടെ പാദാന്തികത്തിൽ ഇരുന്നു ഈശോ പറയുന്നത് കേട്ടു എന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഈ ചിന്തകളോടെ കുഞ്ഞുങ്ങളെല്ലാം ഈശോയുടെ മടിയിലിരിക്കുന്നു എന്നുള്ളൊരു ചിന്ത മനസ്സിൽ ഓർക്കുക. ബാക്കിയുള്ളവരെല്ലാം, നമ്മളെല്ലാം ലാസറിന്റെ സഹോദരിയായ മറിയം ചെയ്തതുപോലെ നമ്മുടെ ഈ ദേവാലയത്തിൽ ഈശോയുടെ പാരാന്തികത്തിൽ ഇരുന്ന് ഈശോ പറയുന്ന കാര്യങ്ങൾ കേൾക്കുന്നു എന്നുള്ളൊരു ചിന്ത നമ്മുടെ മനസ്സിലേക്ക് ഒന്ന് കൂട്ടിക്കൊണ്ടുവരാം. നമുക്കറിയാം, നമ്മളെല്ലാവരും ക്രിസ്മസിന് വേണ്ടി ഒരുങ്ങുകയാണ്. നമ്മുടെ കുടുംബങ്ങളെ വിശുദ്ധീകരിക്കേണ്ടതുണ്ട്, കുമ്പസാരിച്ച് പാപങ്ങളെ ഏറ്റു പറയേണ്ടതുണ്ട്. ഒത്തിരി നെഗറ്റീവായി നമ്മൾ ചിന്തിച്ചിട്ടുണ്ട്. കുറവുകളുണ്ട്, വേദനകളുണ്ട്, നിരാശകളുണ്ട്. ഇന്ന് ഈശോയുടെ അടുത്ത് പാദാന്തികത്തിലിരിക്കുമ്പം എൻ്റെ പൊന്നീശോയോട് എനിക്ക് ഒത്തിരി കാര്യങ്ങൾ പറയാനായിട്ടുണ്ട്. അതെല്ലാം നമ്മുടെ മനസ്സിലേക്കൊന്ന് കൂട്ടിക്കൊണ്ടുവരാം. ഈശോയുടെ അടുത്തിരിക്കുമ്പം നമ്മുടെ ഹൃദയവിചാരങ്ങൾ അറിയുന്ന പൊന്നീശോ നമുക്ക് വേണ്ടതൊക്കെ നമുക്ക് പറഞ്ഞു തരും. നമ്മുടെ എല്ലാ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ മാറ്റി പ്രകാശം തന്ന് ഒത്തിരി സ്നേഹത്തോടെ സന്തോഷത്തോടെ നമ്മളായിരിക്കുന്ന വീട്ടിലേക്കും നമ്മൾ ചെയ്യാനായിട്ടുള്ള ഉത്തരവാദിത്തങ്ങളിലേക്കൊക്കെ ഈശോ നമ്മളെ പറഞ്ഞു വിടും എന്നുള്ള വലിയ ബോധ്യം നമ്മുടെ മനസ്സിലേക്ക് നമുക്ക് കൂട്ടിക്കൊണ്ടുവരാം. ആ ഈശോയുടെ അടുത്തിരുന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്ന നമ്മുടെ ചിന്തകൾ ഈശോയോട് ഷെയർ ചെയ്യുന്ന ആ അനുഭവം സ്വന്തമാക്കിക്കൊണ്ട് കൊയറ് പാടുന്ന ആ പാട്ടിൻ്റെ ഇരടികൾ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് നമ്മുടെ ഉള്ളിലുള്ള കാര്യങ്ങൾ ഈശോയോട് നമുക്ക് തുറന്നു പറയാം. നിർമ്മലമായൊരു ഹൃദയമെന്നിൽ നിർമ്മിച്ചരുളോകനാഥ,
നീരായൊരു മാനസവും തീർത്തരുൾക്കിന്നിൽ ദേവാ. നിർമ്മലമായൊരു ഹൃദയമെന്നിൽ നിർമ്മിച്ചരുളുക നാഥാ. നീരായൊരു മാനസവും തീർത്തരുൾക്കിന്നിൽ ദേവാ. ഈ പാട്ടിന്റെ ഇരടികൾ പാടുമ്പോൾ തന്നെ ഇന്ന് കുർബാനയിൽ പ്രാർത്ഥിച്ച നമ്മളിലുള്ള നമ്മുടെ കുടുംബത്തിലുള്ള തിന്മയായ വെറുപ്പ് മാറി സ്നേഹം കിട്ടാൻ വേണ്ടി നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. നമുക്കറിയാം, ഈശോയുടെ സന്നിധിയിൽ ഇരിക്കുമ്പം, ഈശോയുടെ അടുത്തിരിക്കുമ്പം, ഈശോയുടെ പാദാന്തികത്തിലിരിക്കുമ്പം, ഈശോയുടെ മടിയിലിരിക്കുമ്പം എൻ്റെ ഉള്ളിലുള്ള വെറുപ്പിൻ്റെ മേഖലകൾ ഈശോ നമുക്ക് കാണിച്ചു തരും. ഒന്ന് ആത്മപരിശോധന ചെയ്യുക. നമ്മുടെ മാതാപിതാക്കളെ നമ്മുടെ മനസ്സിലേക്കൊന്ന് കൂട്ടിക്കൊണ്ട് വന്നേ. എൻ്റെ അപ്പനോടും അമ്മയോടും എനിക്ക് ദേഷ്യമുണ്ടോ, വെറുപ്പുണ്ടോ? ഞാൻ വെറുത്ത ഏതെങ്കിലും തരത്തിലുള്ള മേഖലകളുണ്ടോ? എൻ്റെ സഹോദരങ്ങള്, അതുപോലെ തന്നെ എൻ്റെ ബന്ധുക്കള്, എൻ്റെ കൂട്ടുകാര്, എൻ്റെ മക്കള്, എൻ്റെ ജീവിത പങ്കാളി, നമ്മൾ ഓരോരുത്തരുമായിരിക്കുന്ന ആ മേഖലകളിൽ വെറുപ്പെന്ന തിന്മ നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിൽ ഇന്ന് പള്ളിയിൽ നിന്ന് നമുക്ക് പ്രാർത്ഥിക്കാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ ആ വെറുപ്പിൻ എന്ന തിന്മ മാറി സ്നേഹമെന്ന പുണ്യം കൊണ്ട് നിറയ്ക്കാൻ നിർമ്മലമായൊരു ഹൃദയം എന്നെ തരണേ എന്നുള്ള ആ പാട്ടിൻ്റെ ഇരടികൾ പാടിക്കൊണ്ട് തന്നെ നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മൾ പാടുമ്പം, പ്രാർത്ഥിക്കുമ്പം ആ വെറുപ്പെന്ന തിന്മ മാറിപ്പോകാൻ ഉള്ളിൻ്റെ ഉള്ളിൽ നമുക്ക് പ്രാർത്ഥിക്കുകയും ചെയ്യാം. തവ തിരുസന്നിധി തന്നിൽ നിന്നും തള്ളിക്കളയരുതെന്നേ നീ. പരിപാവനനേ എന്നിൽ നിന്നും തിരികെ എടുക്കരുതേ പരനേ. നിർമ്മലമായൊരു ഹൃദയമെന്നിൽ നിർമ്മിച്ചരുളുക നാഥാ. നീരായൊരു മാനസവും തീർത്തരുൾക്കിന്നിൽ ദേവാ. ഒരിക്കൽ കൂടി നമ്മൾ ഓരോരുത്തരുമായിരിക്കും നമ്മുടെ വീട്, നമ്മൾ കിടന്നുറങ്ങുന്ന സ്ഥലം, പ്രാർത്ഥിക്കുന്ന സ്ഥലം, നമ്മൾ കുക്ക് ചെയ്യുന്ന അടുക്കള, നമ്മുടെ കിടക്കുന്ന നമ്മുടെ ബെഡ്റൂം, നമ്മൾ ജോലി ചെയ്യുന്ന സ്ഥലം, ഇന്ന് നമ്മൾ ആരോടൊക്കെ സംസാരിച്ചു, എന്തൊക്കെ ചെയ്തു, ഈ മേഖലകൾ ഒന്ന് പരിശോധിക്കുക. ഏതെങ്കിലും തരത്തിലുള്ള തിന്മയുടേതായ ചിന്തകൾ, പ്രവൃത്തികൾ, പറച്ചിലുകൾ എൻ്റെ ജീവിതത്തിൽ വന്നിട്ടുണ്ടായിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈശോയോട് പ്രാർത്ഥിക്കാം. ഈ തിന്മയുടെ ശക്തി മാറി നിർമ്മലമായൊരു ഹൃദയം തന്ന് ഉണ്ണീശോയെ സ്വീകരിക്കാൻ ഞങ്ങളെ ഒരുക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം. വീണ്ടും നൽകണമെൻ നാഥാ. നിർമ്മലമായൊരു ഹൃദയമെന്നിൽ നിർമ്മിച്ചരുളുക നാഥാ. നീരായൊരു മാനസവും
തീർത്തരുൾകിന്നിൽ ദേവാ. നമുക്കറിയാം, ലോകം മുഴുവൻ വ്യാപിച്ച് നമ്മളെയൊക്കെ പേടിപ്പിച്ച COVID-19 എന്നുള്ള ആ രോഗാവസ്ഥയെ നമ്മുടെ മനസ്സിലേക്ക് ഒന്ന് കൂട്ടിക്കൊണ്ട് വരാം. നമുക്കറിയാം, ആ രോഗം മൂലം കഷ്ടപ്പെടുന്നവർ ഇപ്പോഴും നമ്മുടെ ഇടയിലുണ്ട്. നമ്മുടെ ആശുപത്രികളൊക്കെ നിറഞ്ഞുകൊണ്ടിരിക്കുന്നു. വീണ്ടും അതിനുള്ള വാക്സിൻ കണ്ടുപിടിച്ചിട്ടുണ്ട്, അധികം താമസിക്കാതെ വരുമെന്നൊക്കെ നമുക്കറിയാം. ഒത്തിരി പേര് രോഗികളായിട്ടുണ്ട്. രോഗം മൂലം ആശുപത്രിയിൽ കഴിയുന്ന, വീടുകളിൽ കഴിയുന്ന, ഏറ്റവും ക്രിട്ടിക്കൽ അവസ്ഥയിൽ കഴിയുന്ന ഞങ്ങളുടെ അച്ഛനിങ്ങനെ പറയുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലേക്ക് പലരും കടന്നു വരും. നമ്മുടെ പ്രിയപ്പെട്ടവർ, ആശുപത്രി കഴിയുന്നവർ, ആ രോഗത്തിൻ്റെ ഭീകരാവസ്ഥയിൽ കഴിയുന്ന കുറേയേറെ ആളുകൾ പ്രാർത്ഥനാ സഹായം ചോദിച്ചിട്ടുണ്ട്. നമ്മുടെ കുർബാനമധ്യയെ പ്രാർത്ഥിക്കണം എന്നൊക്കെ നമ്മൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അവരെയൊക്കെ നമ്മുടെ മനസ്സിലേക്ക് നമുക്ക് കൂട്ടിക്കൊണ്ടുവരാം. പ്രതീക്ഷയോടെ, പ്രത്യാശയോടെ, കാത്തിരിപ്പോടെ ക്രിസ്മസിന് നമ്മൾ ഒരുങ്ങുമ്പം ഇന്ന് മനസ്സിലും ശരീരത്തിലും ബുദ്ധിയിലും ഒരു പാപം പോലും ഇല്ലാതെ ഈശോയുടെ അടുത്ത് പാദാന്തികത്തിലിരുന്ന്, ഈശോയുടെ മടിയിലിരുന്ന് നമ്മൾ ഈശോയോട് പറയുമ്പം, ഈശോയെ എല്ലാ കോവിഡ് രോഗികളെയും സൗഖ്യപ്പെടുത്താൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. അവരുടെ കുടുംബത്തിൻ്റെ വേദന, അവരായിരിക്കുന്ന സാഹചര്യങ്ങൾ എല്ലാം മാറ്റി ഈശോയെ നിന്റെ സൗഖ്യദായകമായ തൃക്കരങ്ങൾ നീട്ടി എല്ലാവരെയും സുഖപ്പെടുത്താൻ വേണ്ടി പ്രാർത്ഥിക്കാം. നിർമ്മലമായ ഒരു ഹൃദയം തന്ന് എല്ലാ രോഗികളെയും സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. നിർമ്മലമായൊരു ഹൃദയമെന്നിൽ നിർമ്മിച്ചരുളുക നാഥാ, നീരായൊരു നൽ മാനസം തീർത്തരുൾകിന്നിൽ ദേവാ. നമുക്കറിയാം, ഈ ചിന്ത വരുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിൽ എപ്പോഴും നമ്മൾ പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് മെഡിക്കൽ ഫീൽഡിലുള്ളവർ, ഡോക്ടേഴ്സായിട്ടുള്ളവർ, നഴ്സുമാരായിട്ടുള്ളവർ, അവരെ സഹായിക്കുന്നവർ, ആത്മീയമായി അവരെ സഹായിക്കുന്ന ശുശ്രൂഷകർ, പ്രത്യേകിച്ച് അച്ഛന്മാരും സിസ്റ്റേഴ്സും. ഈ ചിന്തകൾ നമ്മുടെ മനസ്സിലേക്ക് നമുക്കൊന്ന് കൂട്ടിക്കൊണ്ടുവരാം. നമുക്കറിയാം, ഈ രോഗം വരുമ്പം ആശുപത്രിയിലേക്കാണ് സാധാരണ രീതിയിൽ പോവുക. അതുപോലെ തന്നെ ഈ രോഗം കഴിഞ്ഞ് തിരിച്ചു വരുമ്പോഴും, അതുപോലെ തന്നെ ഈ രോഗം പിടിക്കുമ്പോഴും ആത്മന അല്ലെങ്കിൽ അവരുടെ മനസ്സിനുള്ള അസുഖം മാറാൻ നമ്മുടെ ദേവാലയങ്ങളിലേക്ക് അവർ വരണം, ഈശോയോട് പ്രാർത്ഥിക്കണം. നമുക്കെല്ലാവർക്കും അറിയാം, നമ്മുടെ ബുദ്ധി കൊണ്ട്, കഴിവ് കൊണ്ട്, ബാങ്ക് ബാലൻസ് കൊണ്ട് ഒന്നും നമുക്ക് നേടാൻ സാധ്യമല്ല എന്ന് മനസ്സിലാക്കി തരുന്ന മാസങ്ങളും ദിവസങ്ങളുമാണ് കഴിഞ്ഞു പോയത്. ഈശോയുടെ മുമ്പിലായിരിക്കും നമുക്ക് മനസ്സിലാകും, തമ്പുരാൻ അറിയാതെ എൻ്റെ ജീവിതത്തിൽ ഒന്നും വരില്ല എന്നുള്ള അടിയുറച്ച വിശ്വാസം വീണ്ടും നമുക്ക് ആഴപ്പെടുത്താം. അതുകൊണ്ട് തന്നെ ഈ മേഖലകളിൽ ജോലി ചെയ്യുന്നവർ, അവരുടെ കുടുംബങ്ങൾ, അവരാ ജോലിയോട് വിശ്വസ്തത പുലർത്താൻ, ശാരീരിക അസുഖം വരുമ്പോൾ ആശുപത്രിയിലേക്ക് പോകുമ്പം അവരെ ആത്മാർത്ഥമായി ട്രീറ്റ് ചെയ്യുന്ന ഡോക്ടേഴ്സും നഴ്സുമാരും ഉണ്ടാകാൻ, മാനസികമായി ഡിപ്രഷൻ വരുമ്പം പള്ളികളിലേക്ക് കടന്നു വരുമ്പം അവരെ സഹായിക്കാൻ ആവശ്യമായിട്ടുള്ള സമർപ്പിതരും അച്ഛന്മാരും ഉണ്ടാകാൻ, അവരുടെയൊക്കെ പേടി മാറാൻ, അവര് ഏറ്റെടുത്തിരിക്കുന്ന ആ റെസ്പോൺസിബിലിറ്റി, അതിൻ്റെ ആഴങ്ങൾ മനസ്സിലാക്കാൻ ഈശോയെ അവരെല്ലാം തിരിച്ചോരോണ്ട് കഴുകി നിർമ്മലമായ ഹൃദയം നൽകണമേ എന്ന് നമുക്കെല്ലാവർക്കും പ്രാർത്ഥിക്കാം. ഈശോയുടെ അടുത്തിരുന്ന് നിർമ്മലമായൊരു ഹൃദയമെന്നിൽ നിർമ്മിച്ചരുളുക നാഥാ, നീരായൊരു നൽ മാനസം തീർത്തരുൾകിന്നിൽ ദേവാ.
ആകുന്ന കുടുംബത്തെ നമുക്ക് ഒരു നിമിഷം മനസ്സിലോർക്കാം. 16 യൂണിറ്റുകളിലായി ഏകദേശം 303 കുടുംബങ്ങളാണ് നമ്മുടെ അൽഫോൻസ കുടുംബത്തിലുള്ളത്. പരസ്പര സ്നേഹത്തോടെ ഒത്തൊരുമയോടെ തമ്പുരാനുള്ള വിശ്വാസം അനുഭവിച്ചറിഞ്ഞ് അൽഫോൻസാമയുടെ സ്വർഗീയ മധ്യസ്ഥം സ്വീകരിച്ചവരാണ് നമ്മളെല്ലാവരും. എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കാം. നമുക്കറിയാം, ഇപ്പം പള്ളിയിൽ വരാനും പ്രാർത്ഥിക്കാനും മടി കാണിക്കുന്നു. അത് മറ്റൊന്നുകൊണ്ടുമല്ല. നമുക്കറിയാം, ഇപ്പോൾ ഉള്ള ലോ ആൻഡ് ഓർഡർക്ക് അനുസരിച്ച് ആവശ്യമായ ഡിസ്റ്റൻസും കാര്യങ്ങളൊക്കെ കീപ്പ് ചെയ്യണം. ഏജ് ഡിഫറൻസുകളുണ്ട്, അല്ലെങ്കിൽ ഏജിൻ്റെതായ പ്രശ്നങ്ങളുണ്ട്, രോഗത്തിൻ്റെതായ പ്രശ്നങ്ങളുണ്ട്, പലവിധ കാരണങ്ങളാണ്. എങ്കിൽ തന്നെ ഒന്ന് ആത്മപരിശോധനയ്ക്കൊന്ന് വിധേയമാക്കുക. ഞാൻ മാർക്കറ്റിൽ പോകുന്നുണ്ട്, ജോലിക്ക് പോകുന്നുണ്ട്, എനിക്ക് എന്തെങ്കിലും ആവശ്യങ്ങളുണ്ടെങ്കിൽ ഏത് തിരക്കുള്ള സ്ഥലങ്ങളിലേക്ക് പോകാൻ യാതൊരു മടിയുമില്ല. പക്ഷെ എൻ്റെ കുഞ്ഞുങ്ങളെ എൻ്റെ ഇടവക ദേവാലയത്തിൽ വിടാനോ അല്ലെങ്കിൽ ഒരു അസുഖമൊന്നും ഇല്ലെങ്കിൽ തന്നെ ആത്മീയ കാര്യത്തിൽ ഞാൻ വേണ്ടത്ര ശ്രദ്ധ കൊടുക്കാതെ മാറ്റിവെച്ച സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ടോ എന്ന് ചിന്തിക്കുക. തീർച്ചയായിട്ടും ഒത്തിരി ഫെയ്ത്തിൻ്റെതായ ഡീവിയേഷൻ ഉണ്ട്. ഈ ആരാധനയിൽ പങ്കുകൊള്ളുന്ന എല്ലാ ഇടവക ജനങ്ങളും ആത്മപരിശോധന ചെയ്യുക. അല്പം കൂടി തീഷ്ണത നമ്മൾ കാണിക്കണം. ഓരോ അപ്പനും അമ്മയും അവരുടെ കടമകൾ ചെയ്യണം. മക്കളെ പറഞ്ഞു കാര്യങ്ങൾ മനസ്സിലാക്കണം. നമുക്ക് കേൾവി പോലും ഇല്ലാത്ത ഒരു പ്രത്യേക സാഹചര്യത്തിലൂടെ കടന്നു പോകുമ്പം അപ്പൻ്റെയും അമ്മയുടെയും പ്രവൃത്തി മക്കൾ കണ്ടുപഠിക്കുന്നു എന്നുള്ളൊരു ചിന്ത. ഉപദേശമല്ല വേണ്ടത്, കാണിച്ചു കൊടുക്കുക എന്നുള്ള വലിയൊരു ചിന്തയാണ്. എൻ്റെ ജീവിതത്തിൽ ഞാനത് കാണിച്ചു കൊടുക്കുമ്പം എൻ്റെ കുഞ്ഞുങ്ങൾ കണ്ടുപഠിക്കുന്നു. നമ്മുടെ ഏതെങ്കിലും തരത്തിലുള്ള വിശ്വാസത്തിൻ്റെതായ ഡീവിയേഷൻ വന്നിട്ടുണ്ടെങ്കിൽ അത് മാറാൻ നമ്മുടെ പള്ളിയിൽ വന്ന് പ്രാർത്ഥിക്കാൻ, അൽഫോൻസാമയുടെ സ്വർഗീയ മധ്യസ്ഥം സ്വീകരിക്കാൻ, വിശ്വാസത്തിൽ ആഴപ്പെടാൻ, ക്രിസ്മസിനായി ഏറ്റവും അടുത്തൊരുങ്ങാൻ, കുമ്പസാരിച്ചിട്ടില്ലെങ്കിൽ കുമ്പസാരിക്കാൻ ഈശോയെ ഞങ്ങൾക്ക് എല്ലാവർക്കും അവസരം ഒരുക്കി തരണേ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുമ്പം 65 വയസ്സിന് മുകളിലായിട്ടുള്ള നമ്മുടെ എല്ലാ അപ്പച്ചന്മാരെയും അമ്മച്ചിമാരെയും നമ്മൾ മനസ്സിലേക്ക് നമുക്ക് കൂട്ടിക്കൊണ്ടുവരാം. അവരായിരുന്നു നമ്മുടെ പള്ളിയിൽ ഏറ്റവും കൂടുതൽ വന്നുകൊണ്ടിരുന്നത്. അവർക്കിപ്പോൾ വരാൻ സാധിക്കുന്നില്ല. അതുപോലെ തന്നെ 10 വയസ്സിൽ താഴെയുള്ള കുഞ്ഞുങ്ങൾ ഈശോയുടെ മടിയിൽ കയറിയിരുന്ന് പ്രാർത്ഥിക്കുന്നതായ സാഹചര്യങ്ങളാണ് അവർക്കുള്ളത്. അവർക്ക് ആ സാഹചര്യവും നഷ്ടപ്പെട്ടു പോയിരിക്കുന്നു. രോഗം വരുമ്പം, അസുഖം വരുമ്പോൾ ഓടി വന്ന് അത്താണിയായി മാറുന്നതാണ് നമ്മുടെ ഈ ദേവാലയം. അവർക്കും വരാൻ സാധിക്കുന്നില്ല. ഇങ്ങനെ പല രീതിയിൽ അസുഖം മൂലം, പ്രായം മൂലം, പ്രായക്കുറവ് മൂലം നമ്മുടെ പള്ളിയിൽ വരാൻ സാധിക്കാത്ത എല്ലാവരെയും നമ്മുടെ മനസ്സിലോർത്ത് ഇപ്പോഴായിരിക്കുന്ന ഈ പാൻഡമിക് സിറ്റുവേഷൻ മാറി നമ്മുടെ ഇടവകമാകുന്ന കുടുംബവും എല്ലാവരും ഒരുമിച്ച് ക്രിസ്മസ് ആഘോഷിക്കാൻ, പ്രാർത്ഥിക്കാൻ, പള്ളിയിൽ വന്ന് പ്രാർത്ഥിക്കാൻ ഈശോയെ കൃപ തരണമേ എന്ന് ഒരിക്കൽ കൂടി നമുക്ക് പ്രാർത്ഥിക്കാം. നിർമ്മലമായ ഹൃദയം തന്ന് എല്ലാവർക്കും വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. നിർമ്മലമായൊരു ഹൃദയമെന്നിൽ നിർമ്മിച്ചരുളുക നാഥാ, നീരായൊരു മാനസം തീർത്തരുൾകിന്നിൽ ദേവാ. നിർമ്മലമായൊരു ഹൃദയമെന്നിൽ നിർമ്മിച്ചരുളുക നാഥാ, നീരായൊരു മാനസം തീർത്തരുൾകിന്നിൽ ദേവാ. ഈശോയുടെ ആശീർവാദത്തിനായി നമുക്ക് ഒരുങ്ങാം.
സാധിക്കുന്നവരെ മുട്ടുമേൽ നിൽക്കാം. നമുക്കറിയാം, പഴയ നിയമ ജനത, ഇസ്രായേൽ ജനത്തിൻ്റെ കാത്തിരിപ്പാണ് മനുഷ്യാവതാരം ചെയ്ത ഉണ്ണീശോ എന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഈശോ എന്ന് നമ്മുടെ എല്ലാവരുടെയും കാത്തിരിപ്പാണ് ഈശോ. ഇനിയുള്ള ദിവസങ്ങൾ നമ്മൾ കാത്തിരിക്കുക ഉണ്ണീശോയുടെ ജനനത്തിനു വേണ്ടി. ഓരോ ദിവസവും നമ്മുടെ തിന്മകള് മാറ്റി, ആ തിന്മ ഏത് തിന്മയാണോ നമ്മുടെ ജീവിതത്തിലുള്ള അതിൻ്റെ ഓപ്പോസിറ്റായ പുണ്യം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ട് ഓരോ പരിശുദ്ധ കുർബാനയും അർപ്പിക്കപ്പെടുക. ഈശോയെ കൃപയായിരിക്കണമേ. കാത്തിരിപ്പിൻ്റെയും പ്രാർത്ഥനയുടെയും ക്രിസ്മസ് സമാഗതമാകുമ്പോൾ കുറച്ചുകൂടെ തീക്ഷ്ണത, ഞങ്ങളായിരിക്കുന്ന മേഖലകളിൽ അല്പം കൂടി നന്നായിട്ട് ജീവിക്കാൻ, നന്മ ചെയ്യാൻ, ഞാൻ മൂലം ആരുടെയും കണ്ണീര് വീഴാതിരിക്കാൻ, പ്രത്യേകിച്ച് എൻ്റെ അപ്പൻ്റെ, അമ്മയുടെ, സഹോദരങ്ങളുടെ, മക്കളുടെ കണ്ണീര് വീഴാതിരിക്കാൻ ഈശോയെ കൃപയായിരിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. തിരുപ്പിറവിക്കായി നമുക്ക് ഒരുങ്ങാം. ഈശോ നമ്മളെ ആശീർവദിക്കുമ്പം നമുക്ക് നന്ദി പറയാം. അല്പം കൂടി വ്യക്തത തന്നതിന്, അല്പം കൂടി മുഖപ്രസാദം തന്നതിന്, അല്പം കൂടി ആത്മധൈര്യം തന്നതിന് ഈശോയ്ക്ക് നന്ദി പറയാം. ഈശോയെ തന്നെ നോക്കാം. നന്ദി മാത്രം എന്നുള്ളൊരു ചിന്ത മറ്റൊന്നും നമ്മൾ പ്രാർത്ഥിക്കേണ്ട. ഈശോ നമ്മളെ കണ്ടുകൊണ്ടിരിക്കുന്നു. കഴിഞ്ഞുപോയ ദിവസങ്ങളിലെ നമ്മുടെ കുറവുകൾ മറന്ന് ഇന്ന് നമ്മളെ പേര് ചൊല്ലി വിളിച്ച് പള്ളിയിൽ കൊണ്ടുവന്ന് ഈശോയുടെ ആശീർവാദം തരാനായിട്ട് ഈശോ കരങ്ങൾ ഉയർത്തുന്ന ആ ചിത്രം നമ്മുടെ മനസ്സിൽ കൊണ്ടുകൊണ്ട് നമുക്ക് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ തമ്പുരാന് നന്ദി പറയാം. ഈശോയുടെ ആശീർവാദത്തിനായി നമുക്ക് തലകുനിക്കാം. പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും മർത്യനു നീ മോചനമേകി. സകലേശാദിവ്യകടാക്ഷം തൂഗണമേ വത്സലസുതരേ, നിർമ്മലരായി ജീവിച്ചിടുവാൻ ചിന്തണമേ ദിവ്യവരങ്ങൾ. ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. എന്നീരും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പൂർണ്ണ മനസ്സോടും പൂർണ്ണ ഹൃദയമോടും പൂർണ്ണാത്മാവോടും ഈശോയെ നിന്നെ ഞാൻ സ്നേഹിക്കുന്നു.